ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിലാസിനിക്ക് പൈസ കൊടുക്കാതെ വിലാസിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ തന്നെ പ്രിയ തയ്യാറെടുക്കുമ്പോൾ രണ്ടു പേര്, അതായത് അറക്കൽ തറവാട്ടിലെ രണ്ടുപേരുടെ അമ്മായിയമ്മയായി എനിക്ക് ഒരു സഹായവും ഇല്ല, എൻ്റെ സങ്കടങ്ങളും ഞാൻ ആരോട് പറയും, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോകുന്നു അമ്മായിയമ്മ. പ്രിയ ഇത് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. പിന്നീട് ഗീതു ആശുപത്രിയിലേക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് കാഞ്ചന വരുന്നുണ്ടെന്ന് രേഖ പറഞ്ഞു. അപ്പോൾ കഞ്ഞി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. കഞ്ഞി മാത്രമല്ല, രക്തം ഉണ്ടാകാനുള്ള ചീരത്തോരനൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് കാഞ്ചന പറയാം. എന്നാലും ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു അസുഖം എങ്ങനെ രഞ്ജുവിന് വന്നു എന്ന് രേഖ ചോദിക്കുന്നു. എത്ര ചികിത്സിച്ചാലും ഏതു നിമിഷം വേണമെങ്കിലും മരണം സംഭവിക്കാവുന്ന ഒരു രോഗം, അതെങ്ങനെ സംഭവിച്ചതാണെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഈ അസുഖം ശരിക്കും മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും മനസ്സ് വെക്കണം എന്ന് പറഞ്ഞു കാഞ്ചന. അതെന്താന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു അവസ്ഥയിൽ രഞ്ജു പാപ്പ സന്തോഷമായിട്ടിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പിന്നെ നമ്മൾ രഞ്ജു പാപ്പ സന്തോഷമായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പറയുന്നത് ഗോവിന്ദമാമേനെ രഞ്ജുവിന് കുറച്ച് ദിവസത്തേക്ക് വിട്ടുകൊടുക്കണം ഗീതുപ്പാപ്പ എന്ന്. അത് കേട്ടപ്പോഴേക്കും ഇവർ രണ്ടുപേരും ഇങ്ങനെ തുറച്ചു നോക്കാം. നിങ്ങളെ തോന്നിയാസം കൊണ്ട് എൻ്റെ അടുത്ത് വന്ന വില ഞാൻ വിളിച്ചു പറയുന്നു പറഞ്ഞുകൊണ്ട് ഭയങ്കര ദേഷ്യപ്പെടുക ഗീതു. വെറുതെ ഞാൻ പറഞ്ഞതിനെ അപമാനിക്കണ്ട. മാമൻ രഞ്ജുവിനെ കല്യാണം കഴിച്ചാൽ ആ ആഗ്രഹം നടക്കുമേ, പിന്നെ അധികം താമസിയാതെ രഞ്ജു പാപ്പ മരിക്കുകയും ചെയ്യും. അപ്പൊ പിന്നെ ഗീതു പാപ്പയ്ക്ക് വീണ്ടും ഗോവിന്ദമാമയുടെ ഭാര്യയായി ജീവിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം നിങ്ങളെ ഞാൻ രേഖച്ചി അക്കയോടി വർത്തമാനം നിർത്താൻ പറ, എൻ്റെ ദേഹം ആ സകലം തരിച്ചു വരുന്നുണ്ടെന്ന് ഗീതു അന്നേരം പറഞ്ഞു. ബാക്കി കൂടി കേട്ടിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞപ്പോൾ ഇനി നിങ്ങളൊന്നും പറയണ്ട എന്ന് രേഖ പറഞ്ഞു. അവിടെ ഇരുന്നൊരു ചെടിച്ചട്ടി എടുത്ത് തലക്കെട്ട് അടിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങണം. അങ്ങനെ അവിടെ കിടന്ന അടിയും പിടിയും വഴക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഒലക്ക കൊണ്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഗീതു ഈ കാഞ്ചനെ തല്ലാനായിട്ട്. ഞാനിനി പറയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാഞ്ചന തല പോയാലും ഞാനിനി പറയില്ല എന്നും പറഞ്ഞു. അങ്ങനെ വഴക്കും കാര്യങ്ങളെല്ലാം അവിടെ നടക്കുന്നു. പെട്ടെന്നാണ് ആരോ പുറത്ത് വന്നത്. ആരോ വന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് വാതിൽ തുറക്കാനായിട്ട് കാഞ്ചന ഓടി. ഈ സമയത്ത് അവിടെ നിന്നൊരു ചിരിയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഗീതു. ഈ സമയം ചെന്ന് വാതിൽ തുറക്കുന്നത് രേഖ വാതിൽ തുറന്നപ്പോൾ കാണുന്നത് അവർണികയെ. ആരാ ഇത്? അവർണികയായിരുന്നോ? അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പം ഇല്ല, ഞാൻ ഗീതാഞ്ജലി ഒന്ന് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അതിനിവിടെ തന്നെ നിൽക്കേണ്ട കാര്യമുണ്ടോ? അകത്തേക്ക് ഇരുന്നൂടെ എന്ന് ചോദിച്ചപ്പോഴേക്കും വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇഷ്ടമില്ലാത്ത രീതിയിൽ നിൽക്കുക. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം സംസാരിക്കാനായിട്ട് വന്നതാണെന്ന് രേഖയോട്. അവർണിക നേരത്തെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, ഈ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യമുള്ള ആളല്ലേ, ഇപ്പൊ എന്താ ഒരു ചേഞ്ച് എന്ന് രേഖ ചോദിച്ചു. വാതിൽ തുറന്നു കിടന്നിട്ടും അകത്തേക്ക് വരാൻ എന്താ മടിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. സ്വാതന്ത്ര്യം കൂടിയാലും കുഴപ്പമാണെന്ന് എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാക്കി മനസ്സിലായി എന്തോ പെശകുണ്ടെന്ന്. അപ്പോഴേക്കും ഗീതു അങ്ങോട്ടേക്ക് വന്നു. ഗീതു വന്നപ്പോൾ അവർണിക പുറത്തേക്ക് എന്നെ നോക്കി നിൽക്കുക ഭയങ്കര ദേഷ്യത്തോടെ. അവർണിക എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ഗീതു ചോദിച്ചു. എനിക്ക് ഗീതാഞ്ജലിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അതിനെന്താ, നമുക്ക് റൂമിലേക്ക് ഇരിക്കാമല്ലോ, വരാൻ പറഞ്ഞു. നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് വേറെ ആരും കേൾക്കണ്ടെന്ന് പറഞ്ഞു. അതെന്താ, അത്രയ്ക്ക് സീരിയസ് ആയ മാറ്ററാണോ? എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെ പോലും ബാധിക്കുന്ന ഒരു കാര്യമാണെന്നും നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാമെന്നും പറയുന്നു ഈ അപർണിക. അപ്പൊ രേഖ ഇങ്ങനെ ഗീതു നോക്കി. അപ്പൊ രേഖ ഗീതുവിനോട് ചെല്ലാൻ പറഞ്ഞു, ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചു. ഗീതു അന്നേരം ശരി വരുമെന്നും പറഞ്ഞ് അപ്പുറം മാറി നിന്ന് സംസാരിക്കുക. രേഖയ്ക്ക് ആകെ ടെൻഷനായി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ഓർത്തിട്ട്. അപ്പൊ അങ്ങനെ മാറി നിന്നിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്നു നമ്മുടെ അപർണിക. അപ്പൊ ഗീത ചെന്നിട്ട് ചോദിച്ചു, എന്താ അപർണിക ഒന്നും മിണ്ടാതിരിക്കുന്നെന്ന്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളത് കിച്ചു മാത്രമല്ല, കിച്ചുവിൻ്റെ കൂടെ വേറൊരു പെണ്ണും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വേറൊരു പെണ്ണോ എന്ന് നമ്മുടെ ഗീതു ഇങ്ങനെ ചോദിക്കുക. സുഹൃത്താണോ എന്ന് ചോദിച്ചു. അല്ല. പിന്നെ ആരാന്ന് ചോദിച്ചപ്പം അറക്കൽ ഗോവിന്ദ് മാധവന്റെ ഭാര്യ ഗീതാഞ്ജലി എന്ന് പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗീതു ഞെട്ടി വിറച്ചിങ്ങനെ നിൽക്കുക. നിങ്ങൾ രണ്ടുപേരും ചേർന്നല്ലേ ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം അവരുടെ നീ എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. കിച്ചു ഒരു സ്റ്റാഫായി AGM എത്തിയപ്പോൾ മുതൽ നിങ്ങൾ തമ്മിൽ വഴക്കായിരുന്നു. പിന്നീട് എപ്പോഴാ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അടുപ്പം തുടങ്ങിയത് എന്ന് ചോദിച്ചു. അപ്പൊ ഞാനും കിഷോറും തമ്മിലുള്ള പഴയ സ്നേഹബന്ധം അവർണിക അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ഭയപ്പെട്ടിരുന്ന ആ ഒരു മുഹൂർത്തമാണിത്. എങ്ങനെ ഞാൻ ഇവിടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും? എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഗീതുവിനോട് പറയുവാണ്. ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിനെ പോലെ അല്ലെങ്കിൽ ഒരു കൂടപ്പിറപ്പിനെ പോലെ കണ്ട് സ്നേഹിച്ച ഗീതാഞ്ജലി എന്നോട് ഈ ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർണിക ഞാൻ പറയുന്നതൊന്ന് നീ സമാധാനത്തോടു കൂടി കേൾക്കാൻ പറഞ്ഞു നമ്മുടെ ഗീതു. അങ്ങനെ ഗീതു എല്ലാം അവർണികയോട് തുറന്നു പറയുന്നു. എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെൻഷൻ ആവുകയാണേ അവർണിക. പക്ഷേ അവന്റെ സ്നേഹം അത് ആത്മാർത്ഥമായിരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ കരുതിയത്
ഇവിടെ വന്നതിന് ശേഷമാണ് നിങ്ങളുടെ ബന്ധം തുടങ്ങിയത് എന്നുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് അവർണിക അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ ഇത്രയും കാലം എന്നോട് മറച്ചു വെച്ചത്, ഇപ്പോഴും എന്തിനാ ഈ ബന്ധം തുടരുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. എന്നെ മാത്രമല്ല ഗോവിന്ദ് സാറിനെയും നിങ്ങൾ വഞ്ചിക്കുകയാണ് ചെയ്തതെന്നൊക്കെ അവർണിക ഗീതുവിനോട് പറയുന്നു. അങ്ങനെ അവർണിക ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗീതുവിന് പറയാൻ മറുപടികളില്ല. ഗീതു എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ നിങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണല്ലേ, ഭർത്താവിന്റെ പൂർവ്വ കാമുകി വീട്ടിൽ വന്ന് താമസിച്ചിട്ടും ഭർത്താവ് അതിനെ എതിർക്കാത്തത് കിഷോറുമായുള്ള ബന്ധത്തിന് ഗോവിന്ദ് സാറ് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നതുകൊണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഗീതു വയലന്റ് ആയി. കിഷോറും ഗീതാഞ്ജലിയും തമ്മിലുള്ള വഴിവിട്ട ബന്ധത്തെപ്പറ്റി അറിഞ്ഞിട്ടും ഗോവിന്ദ് സാർ അത് കാര്യമാക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പം മനസ്സിലായി എന്നുള്ള കാര്യം പറയുക. ഇത്രയ്ക്ക് വൃത്തികെട്ട ഒരാളായിരുന്നോ ഗോവിന്ദ് സാർ എന്ന് പറഞ്ഞപ്പം അവർണിക, ദേ എന്നെ കുറിച്ച് നിനക്ക് എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ കണ്ണേട്ടനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഞാൻ പിന്നെ എങ്ങനെ പ്രതികരിക്കുന്നു എനിക്ക് തന്നെ അറിയില്ല എന്ന് ഗീതാഞ്ജലി പറഞ്ഞു. കാഴ്ചയിൽ ഞാൻ ഒരല്പം മോഡേൺ ആയിരിക്കാം, പക്ഷെ ജീവിതത്തിൽ ഞാൻ ഒട്ടും മോഡേൺ അല്ല. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ കരുതിയ ഞാൻ പലതും ഇപ്പൊ ക്ഷമിക്കുന്നത്. അതുകൊണ്ട് കിച്ചുവിനെ ഇനി ഉപദ്രവിക്കരുതെന്ന് ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ മനഃപൂർവ്വം അയാളെ ദ്രോഹിക്കാനായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും മതി ഗീതാഞ്ജലി, ഇനി നീ ന്യായീകരിക്കണ്ട, നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് അന്വേഷിക്കാനാണ് ഞാനിപ്പോ വന്നത്. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറയുമെന്ന് ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു പോയി എന്ന് പറയുന്നു അവർണിക. ഇത് കേട്ട് ഗീതു ഇങ്ങനെ ഞെട്ടി നിൽക്കുക. പക്ഷേ കിച്ചുവും ഗീതുവും തമ്മിൽ ബന്ധമുണ്ടെന്നും നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്നെ തോൽപ്പിച്ച് കളഞ്ഞു എന്നും അവർണിക പറയണു. എന്റെ എല്ലാ പ്രതീക്ഷകളും തകർത്ത് എന്റെ ജീവിതം ഇല്ലാതാക്കിയെന്നുള്ള കാര്യമൊക്കെ പറയാം. ഇതൊക്കെ കേട്ട് ഗീതു ഇങ്ങനെ നിൽക്കുക. എല്ലാ ബന്ധങ്ങളും ഇവിടെ അവസാനിപ്പിക്കണമെന്ന് കൈ കൂപ്പി ഇങ്ങനെ പറയണു. ഇതൊക്കെ കേട്ട് ഗീതു ഇങ്ങനെ വല്ലാത്തൊരിതിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അങ്ങനെ അവർണിക അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അവർണികയുടെ പിന്നാലെ നമ്മുടെ ഗീതു പോവുകയാണ്. അവർണിക അവിടെ നിൽക്കാൻ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നീ പോയാൽ മതിയെന്ന് പറഞ്ഞപ്പോൾ എനിക്കിനി ഒന്നും കേൾക്കാനില്ല, എനിക്ക് എല്ലാവരെയും മനസ്സിലായി എന്ന് അവർണിക അയൽക്കാരായിരുന്ന ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സൗഹൃദം പ്രണയം പോലെ വളർന്നു. ഞാൻ ആ റിലേഷൻ തുറന്നു പറഞ്ഞതിന് താൻ ഇത്രയും ഇമോഷണൽ ആവേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ള കാര്യങ്ങൾ പറയാം. പണത്തിന് വേണ്ടി എന്തു മാർഗവും സ്വീകരിക്കുന്ന അങ്ങനെയുള്ളൊരു സ്വഭാവക്കാരനാണ് കിഷോർ എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ, എനിക്ക് തന്ന വാക്ക് തെറ്റിച്ച് അവൻ വിവാഹിതനായി എന്ന് അറിഞ്ഞപ്പോൾ ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നവനായി മാറി കിഷോർ. എന്നെ വിശ്വസിപ്പിക്കാൻ എന്തിനാ നീ ഇങ്ങനെ കള്ളം പറയുന്നത്? നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ അനാവശ്യം പറയരുതെന്ന് പറഞ്ഞിട്ട് ഗീതു അങ്ങ് ചെന്നില്ലേ. കിഷോറും ഞാനും തമ്മിലുള്ള നേരത്തെ അഫയർ ഒളിച്ചു വെച്ചു എന്നത് മാത്രമാണ് ഞാൻ ചെയ്ത ഏക തെറ്റ്. ഇതിന്റെ പേരിൽ നീ ഇനിയും എന്നെ കുറ്റപ്പെടുത്തരെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ പറയുന്നതല്ല. കിച്ചുവിന്റെ ഫോണിൽ നിരന്തരം മെസ്സേജുകൾ അയക്കുന്നത് ഗീതാഞ്ജലിയാണെന്ന് പറഞ്ഞപ്പോൾ അവർണികെ എന്നും പറഞ്ഞിട്ട് ഒച്ചയെടുത്തു ഗീതു. ഷൗട്ട് ചെയ്തിട്ട് കാര്യമില്ല. ആ പേരിലുള്ള നമ്പർ ഗീതാഞ്ജലിയുടെ പേരിലാണെന്നുള്ളതിന് തെളിവുകൾ ഞാൻ തരാമെന്നും പറഞ്ഞ് അവർണിക കയറി ആ ഒരു തെളിവുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അപ്പൊ കൂടെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു അവർണിക പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കളവാണെന്നുള്ള കാര്യം ഗീതു പറഞ്ഞു. കിഷോർ എന്നെ കുറച്ച് മോശം കഥകൾ നിന്നോട് പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞപ്പോൾ അന്ന് ഞാൻ കിഷോറിനെ വിളിച്ചു വരുത്തിയത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അന്ന് പറയാനിരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അന്ന് ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ അവർണിക റിവൈൻഡ് ചെയ്ത് എടുക്കുക കേട്ടോ. അന്ന് ഗീതു പറഞ്ഞ കാര്യങ്ങൾ അന്ന് ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ കിഷോറിന് ജീവിച്ചിരിക്കില്ലായിരുന്നു. പക്ഷെ തൻ്റെ ജീവിതം അത് അവസാനിക്കുമല്ലോ എന്നുള്ള ചിന്തയില്ല ഞാൻ അവൻ്റെ പേര് മറച്ചു വെച്ചതെന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു വോയിസ് നോട്ട് അതെടുത്ത് കേൾപ്പിച്ചു കൊടുക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീതു ഞെട്ടി. അപ്പോൾ ഗീതു പറഞ്ഞു, ഇത് ഞാൻ സംസാരിച്ചത് അവൻ കട്ട് ചെയ്തിട്ടാണ് അവൻ തന്നെ ഇതൊക്കെ കേൾപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അതൊക്കെ കേട്ട് അവർണിക ഞെട്ടി നിൽക്കും. അവർണിക ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വിഷമിച്ചത് വേറൊന്നും കൊണ്ടല്ല, അവന് പിറക്കുന്നത് ഒരു പെൺകുഞ്ഞാണെങ്കിൽ അതിനെ അവൻ വിറ്റ് കാശാക്കും. ഒരു പെൺകുഞ്ഞിന്റെ അച്ഛനാകാനുള്ള യോഗ്യത അവനുണ്ടോ എന്നൊക്കെ ഗീതു ഇങ്ങനെ ചോദിക്കുന്നു. അതൊക്കെ കേട്ട് അവർണിക ഇങ്ങനെ ഞെട്ടി നിൽക്കും കേട്ടോ. അവർണികയ്ക്ക് പിന്നെ ഒന്നുമില്ല. മല പോലെ വന്ന് അവർണിക എലി പോലെ തിരിച്ചു മടങ്ങാൻ നിൽക്കുന്നു. എനിക്കിപ്പോൾ എല്ലാം വ്യക്തമായി എന്നുള്ള കാര്യങ്ങൾ പറയുകയാണ് ഇവനെ കുറിച്ച്. കിഷോർ വളരെ തന്ത്രപൂർവ്വം എല്ലാവരെയും ചതിക്കാനുള്ള ശ്രമമായിരുന്നു എന്ന് അവർണിക അന്നേരം പറയാം. ഇനി ഞാൻ അവനെ വെറുതെ വിടില്ല. ഗീതാഞ്ജലി ഇത്തരം കള്ള കഥകളിലൂടെയും വ്യാജ തെളിവുകളിലൂടെയും മോശക്കാരനാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ആദ്യം അവനോട് ചോദിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് അവർണിക പോകാൻ തുടങ്ങുമ്പോൾ തൻ്റെ കൂടെ ഞാനും വരാം, എന്തിനാ എന്നെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് എനിക്ക് അറിയണമെന്ന് ഗീതു പറഞ്ഞപ്പോൾ ഗീതാഞ്ജലി അവൻ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്, ഞാനടക്കം എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഇപ്പോഴും റിലേഷൻ ഉണ്ട് എന്നുള്ളതാണെന്നുള്ള കാര്യങ്ങൾ അവർണിക ഗീതുവിനോട് പറയണം. നിനക്കെന്നെ മനസ്സിലായില്ലേ എന്ന് ഗീതു അവർണികയോട് ചോദിക്കുവാണ്.
അപ്പോൾ അപർണയ്ക്ക് ഇങ്ങനെ ആകെ ദയനീയമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപർണയ്ക്ക് എന്നിട്ട് ഗീതുവിന്റെ കൈകൾ ചേർത്ത് പിടിച്ച് സോറി പറഞ്ഞു, ഞാൻ നിന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. താനും കിഷോറുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ ഗോവിന്ദ് സാറിനോട് പോയി പരാതിപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ പറയുവാണ്. ഇതൊക്കെ കേട്ട് ഗീതു ഞെട്ടിയിട്ടോ. താനിത് കണ്ണേട്ടനോട് പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞു. എന്നിട്ട് അതേക്കുറിച്ച് ഒരു വാക്കുപോലും കണ്ണേട്ടൻ എന്നോട് ചോദിച്ചില്ലല്ലോ. അപ്പൊ നിന്നോടൊന്നും പറയാതെ നിന്നെയും കിഷോറിനെയും ഗോവിന്ദ് സാറ് വാച്ച് ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷെ എനിക്കറിയാം, രാധിക മേഡവും ഗോവിന്ദ് സാറും ഗീതാഞ്ജലിയെ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞു. ആദ്യം അവരുടെ അടുത്ത് പോയി ആ ഒരു തെറ്റിദ്ധാരണയാണ് മാറ്റേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയുന്നിട്ട് കിച്ചുവിനെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് നമ്മുടെ അപർണയ്ക്ക് അവിടെ നിന്ന് പോണു. ഗീതു ഇങ്ങനെ ആകെ വിഷമിച്ച് ഓടി അകത്തേക്ക് കയറി പോയ സമയത്ത് ഗോവിന്ദൻ അവിടെ നിൽക്കുന്നു. ഗോവിന്ദന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുക. അപ്പൊ ഗോവിന്ദൻ ഇങ്ങനെ എന്ത് പറ്റി എന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. കിഷോറിന്റെ കാര്യം എന്തെങ്കിലും സാർ അറിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ കിഷോറിന്റെ എന്ത് കാര്യമാണെന്ന് ചോദിച്ചപ്പോൾ കിഷോറിനെ അപർണിക സംശയിക്കാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അപർണയ്ക്ക് അത് വെറും സംശയം മാത്രമാണ്. സംശയം ആരോടെങ്കിലും ചോദിച്ചു തീർക്കാനുള്ളതാ. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് ഒരു സംശയവും ഇല്ല എന്ന് ഗോവിന്ദൻ. അത് സത്യമാണ് എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ തന്നോട് ചോദിച്ചില്ല. എന്താ അതുപോരെ? നീയും കിഷോറും തമ്മിൽ ഇപ്പോഴും റിലേഷൻ ഇല്ലേ എന്ന് ഗോവിന്ദൻ ഗീതുവിനോട് ചോദിച്ചു. അപ്പോ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞപ്പോ വൃത്തികേട് പറയുന്നതെന്ന് ചോദിച്ചു ഗോവിന്ദന്റെ കുത്തിന് കയറി പിടിച്ചു. കൊല്ലും ഞാൻ നിന്നെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ നാട്ടുകാർ പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഗോവിന്ദനെ എടുത്തിട്ട് ഇടിക്കുക. പിന്നെ നമ്മുടെ ഗീതുവിനെ കെട്ടിപ്പിടിച്ച് ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് എൻ്റെ ഭാര്യയായ എൻ്റെ ഗീതാഞ്ജലിയാണ് എന്ന് ഗോവിന്ദൻ ഗീതുവിനോട് പറഞ്ഞപ്പോൾ ഗീതുവിന് കിട്ടിയ ഒരു സന്തോഷം ഉണ്ടല്ലോ, എത്ര വലുതാണെന്നറിയാമോ. അപ്പോൾ നിന്റെ സൗന്ദര്യം, ആ സൗന്ദര്യത്തോടെയാണ് നിന്നെ ഞാൻ സ്നേഹിക്കുന്നത്. അപ്പോൾ വെറും ഒരു സംശയത്തിന്റെ പേരിൽ തീരുന്നതൊന്നും അല്ല നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം എന്നൊക്കെ നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനോട് പറയുന്നു. അങ്ങനെ ഗീതുവിനെ ചേർത്ത് പിടിക്കുന്ന ഗോവിന്ദൻ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അടുത്ത് നിന്ന് അവരുടേതായ സംശയങ്ങളെല്ലാം തീർന്ന് അവരുടേതായ സ്വകാര്യതയിലേക്ക് പോണു. ഒരിക്കലും ഞാൻ നിന്നെ സംശയിക്കില്ല എന്ന് ഗോവിന്ദൻ ഗീതുവിനോട് പറയാം. എൻ്റെ ഭാര്യയെ ഞാൻ സംശയിക്കാത്തിടത്തോളം മറ്റുള്ളവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ എനിക്ക് വെറും തമാശകൾ മാത്രമാണെന്ന് ഗോവിന്ദൻ ഗീതുവിനോട് പറയുന്നു. അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ ഗീതുവിനെ ചേർത്ത് പിടിച്ച് ആ ഒരു ആ ഒരു പ്രണയം തുറന്നു പറയുന്ന ആ ഒരു സാഹചര്യം. അങ്ങനെ രണ്ടുപേരും കണ്ണിൽ നോക്കി കുറേ നേരം ഇങ്ങനെ നിന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ അടിപൊളി കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോ അല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.